ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. എണ്ണയിലൊന്നും പൊരിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. ചിക്കൻ ആവിപ്പത്തിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. ഇത് സ്റ്റീം ചെയ്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് ഈ സ്നാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്യട്ടോ. വേണമെങ്കിൽ നമുക്ക് കുക്കറിലൊന്ന് വിസിലടുപ്പിച്ചിട്ടെടുക്കുക, ഉപ്പും മഞ്ഞളൊക്കെ ആക്കിയിട്ട്. ഞാനിപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ആക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് നമ്മൾ മീനൊക്കെ പൊരിക്കൂലേ, അതേപോലെ കുറച്ച് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 1-2 പീസ് എടുത്താലും മതി കേട്ടോ. എല്ലില്ലാത്ത കുറച്ച് പീസ് വേണമെന്നേ ഉള്ളൂ. അത് കുക്കാകുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ബിരിയാണി അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചരി വേണമെങ്കിലും എടുക്കാം, പക്ഷേ ബിരിയാണി അരി ആയിരിക്കും ഒന്നും കൂടി ടേസ്റ്റ്. 1 കപ്പ് ബിരിയാണി അരി ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിരുത്തിട്ടുള്ളതാണ്. അതിന് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട വേണം, ഒരു 5-6 പീസ് ചെറിയുള്ളി വേണം. ഈ ചെറിയുള്ളിക്ക് പകരമായിട്ട് ഒരു ചെറിയൊരു സവാളൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ. പിന്നെ വേണ്ടിയത് പെരിഞ്ജീരകമാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ ഇരുന്നുണ്ടായിരുന്നത്, അപ്പോൾ അതൊരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി പൊടിക്കാത്ത പെരിഞ്ജീരകം എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയത് ഉപ്പാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ അതിലാദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല ഫൈനാക്കിയിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് നമ്മളെ പാകത്തിന് ഒരു അപ്പത്തിൻ്റെയൊക്കെ മാവ് ഉണ്ടാവില്ല, നമുക്ക് ഇങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന പാകത്തിന് അങ്ങനെ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടിയത്. അപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് പാകത്തിന് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ ചൂടാവുമ്പോൾ നമുക്കിതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ ചിക്കൻ ഫ്രൈ ആക്കിയ എണ്ണ ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു വലിയ സവാളയാണ് കേട്ടോ. മീഡിയം സൈസിലുള്ളതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ 2 എണ്ണമൊക്കെ ചേർക്കാം. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ആ ചിക്കൻ പൊരിച്ച എണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിനിങ്ങനെ ഒരു യെല്ലോ കളർ വരുന്നത്. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ വീതമാണ് കേട്ടോ രണ്ടും. 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇതും അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക. എനിക്കിഷ്ടമാണ് കേട്ടോ സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ക്യാപ്സിക്കം ചേർക്കുമ്പോൾ നമ്മൾ പിന്നെ അധികം അത് കുക്ക് ചെയ്യൂല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് കിട്ടണം, അതല്ലേ അതിൻ്റെ ഒരു രസം. അപ്പോൾ ദാ ക്യാപ്സിക്കം ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ചേർക്കുമ്പോൾ മിക്സിയിലിട്ടിട്ട് വല്ലാതെ പൊടിക്കണ്ട കേട്ടോ. ചെറിയ ചങ്ക്സ് ആയിട്ട് വേണം. നമ്മൾ ആ ഒരു സ്നാക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ചിക്കൻ പീസൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടണം. ആ ഒരു രീതിയിൽ വേണം ചിക്കൻ കട്ട് ചെയ്യാൻ. ഞാനിപ്പോൾ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ്. അങ്ങനെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാൻ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇനി ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ആക്കിയപ്പോൾ. പിന്നെ നമ്മൾ ആ ഒരു ബാറ്ററിലും ഉപ്പിട്ടിട്ടുണ്ട് അരിയൊക്കെ അരച്ചപ്പോൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഈ ഉള്ളിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറുതായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ മസാലപ്പൊടികളും ചേർക്കണില്ല, കാരണം ചിക്കനിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ഫ്രൈ ആക്കിയത്. ജസ്റ്റ് 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക, അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിൻ്റെ ഇല കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ കുറച്ച് അവിടെ മാറ്റി വെക്കുക കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിൻ്റെ ഇല മാറ്റി വെച്ചിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മല്ലിൻ്റെ ഇല ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. നമ്മളെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്നാക്ക് നമ്മൾ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്, ആവിയിൽ വേവിച്ചെടുക്കുകയാണ്.
ചിക്കൻ ആവിപ്പത്തിൽ എന്നല്ലതിൻ്റെ പേര്. അപ്പോൾ അതാ ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിൽ ഞാൻ സ്റ്റീലിൻ്റെ റിങ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വലിയൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയും പിന്നെ പ്ലേറ്റിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ആ പ്ലേറ്റിൻ്റെ അടിഭാഗം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ബാറ്ററി വെച്ചിട്ട് ഒരൊറ്റ പത്തിലാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലിയൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഒരൊറ്റ പത്തിലാക്കി ഉണ്ടാക്കുകയാണ്. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളിൽ ആക്കിയിട്ട് ചെറിയ ചെറിയ ഷേപ്പിലോ അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആ ഒരു അടിഭാഗം മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ ബാറ്ററി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റൊക്കെ ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ഒരു മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, അപ്പോൾ തന്നെ അത് കുക്കായിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലെ തൊട്ട് നോക്കുക. തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഇതൊരൊറ്റ പത്തലാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ഫില്ലിങ്ങും ഇതിൻ്റെ മേലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിലും ഇതുണ്ടാക്കാം. ഓരോ ഇഡ്ഡലിൻ്റെ ഷേപ്പിൽ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ആദ്യം കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇതേപോലെ ഫില്ലിങ് ഇട്ടിട്ട് ബാക്കി ബാറ്റർ ഒഴിച്ചിട്ട് അത് കവർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ചെറിയ കേക്ക് ടിന്നുകളിലോ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മളിത് ഞാനിപ്പോൾ ഈ ഒരു ഇതിൽക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് വല്ലാതെ ആവരുത് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിലാണ് ഫില്ലിങ് വേണ്ടിയത്. സൈഡിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ബാറ്റർ ഒഴിക്കുമ്പോൾ രണ്ട് ലെയറായിട്ട് ഇങ്ങനെ തമ്മിലൊട്ടാതെ നിൽക്കും കുക്കായി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് സൈഡ് ഭാഗം കുറച്ചിങ്ങനെ വിട്ടിട്ട് ബാക്കി എല്ലായിടത്തും ഒരേ ഒരു കനത്തിൽ ഈ ഒരു ഫില്ലിങ് വരുന്ന രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഫില്ലിങ് വേണം കേട്ടോ. നമ്മളിത് കഴിക്കുമ്പോൾ ആ മാവായിരിക്കരുത് കൂടുതൽ കിട്ടേണ്ടത്, ഫില്ലിങ് തന്നെയാണ്. അപ്പോഴാണിത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ആ ഒരു ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മേലെ സ്പ്രെഡാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ബാക്കി മാവ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലാ ഭാഗത്തും ആ ഒരു ഫില്ലിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മേലെ ഒഴിക്കുമ്പോൾ. അതേപോലെ തന്നെ സൈഡിലും സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് സെൻറ്ററിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ബാറ്ററി ഏറ്റവും മേൽഭാഗം ഫുള്ളൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ആ ഫില്ലിങ്ങൊക്കെ ആ മാവിൽ തന്നെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. സെപ്പറേറ്റ് ഇങ്ങനെ വിട്ടു പോരൊന്നുമില്ല. ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിൻ്റെ ഇലയും കൂടിയും ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ദാ നമ്മളെ ചിക്കൻ ആവിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ആ പാനിൽ നിന്നതൊന്ന് ഡീമോൾഡ് ചെയ്യാൻ. അതിനുശേഷം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെന്താ, നമ്മളിത് എണ്ണയിലൊന്നും പൊരിക്കാതെ ആക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത്രയുള്ള ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല റെസിപ്പീസും വ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.